ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു റോബസ്റ്റ പഴം വെച്ച ഒരു കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇത് ഞാനല്ല ഉണ്ടാക്കുന്നത് കേട്ടോ, എൻ്റെ രണ്ടാമത്തെ മോളാണ്. ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തു ഇങ്ങനെയൊക്കെയാണെന്ന് ഉണ്ടാക്കേണ്ടതെന്ന്. നമ്മൾ വല്ലപ്പോഴൊക്കെ പിള്ളേരെയും കൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കണം കേട്ടോ. കാരണം ഇപ്പോഴത്തെ പിള്ളേരെന്ന് പറഞ്ഞാൽ ഒന്നും അറിയില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഭയങ്കര പഴയ പോലെ ഒന്നുമല്ല, ഇപ്പം ഭയങ്കര കഴിവുള്ള പിള്ളേരൊക്കെയാണ്. അവർ പിന്നെ ചെറുപ്പത്തിൽ പഠിച്ചില്ലെങ്കിലും അവർ പഠിച്ചെടുക്കും, അത് വേറെയാണ്. എന്നാലും ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യിപ്പിക്കുക കേട്ടോ. പിന്നെ ഒരു ബൗളിലേക്ക് 2 മുട്ട എടുത്ത് പൊട്ടിച്ചിട്ട് അതിലേക്ക് വാനില എസൻസ് ഒരു ക്യാപ്പ് ഒഴിച്ചു, പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടു. പിന്നെ ഈ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ആ മുട്ടയൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കണം. ഇതിപ്പം മിക്സിയുടെ ജാറിലേക്ക് ചെയ്താലും കുഴപ്പമില്ല. അപ്പം വീറ്റ് ചെയ്ത് കഴിയുമ്പം പിന്നെ ഒരു കപ്പ് ഇതെടുക്കുക, ഗോതമ്പ് പൊടി. അപ്പം പിന്നെ ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ ചെറിയ സ്പൂൺ കണ്ടോ, അത് 1 ടീസ്പൂൺ ഇടുക. അത് കഴിയുമ്പോൾ അതിൻ്റെ നേരെ 1/4 ടീസ്പൂണാണ് ഇത് ഇടേണ്ടത്, ബേക്കിംഗ് സോഡ. പിന്നെ അത് നന്നായിട്ടൊന്ന് ഇതാക്കി എടുക്കണം, അരിച്ചെടുക്കണം. പിന്നെ നമ്മൾ മാഷ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു റോബസ്റ്റ പഴം ഉണ്ടല്ലോ, അതും കൂടെ ഇടുക. പിന്നെ കുറച്ച് ഞാൻ ശർക്കര ഇടുക കേട്ടോ. ശർക്കര ആകുമ്പോൾ നമുക്ക് ഹെൽത്തിന് നല്ലതാണ് പഞ്ചസാരനേക്കാളും. പിന്നെ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. പിന്നെ ഈ പരുവത്തിലാക്കി എടുക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ബട്ടറിൽ റോസ്റ്റ് ചെയ്ത് ഇത് കപ്പലണ്ടിയാണ് കേട്ടോ. പിന്നെ മോൻ പറഞ്ഞു കുറച്ച് ചോക്ലേറ്റും കൂടി, ചോക്കോ ചിപ്സും കൂടി ഇടാൻ പറഞ്ഞു. അപ്പം കുറച്ച് ചോക്കോ ചിപ്സും കൂടി ഇട്ടു. പിന്നെ കുറച്ച് കുറച്ച് മുന്തിരിങ്ങയും കൂടി ഇട്ട് പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വളരെ ഈസിയാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടി. പിള്ളേർക്ക് നമുക്ക് വൈകുന്നേരം സ്നാക്സിൽ നമുക്ക് ഇതൊന്ന് കൊടുക്കാൻ പറ്റും. പിന്നെ ഇത് നന്നായിട്ടൊന്ന് നമ്മൾ കുഴച്ചെടുക്കുക, നന്നായിട്ടിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് എടുക്കുക. അത് കഴിയുമ്പം ഇതുപോലത്തെ ഒരു ടിന്നെടുക്കുക. ആ ടിന്നിൽ കുറച്ച് എണ്ണ ഗ്രീസ് ചെയ്തിട്ട് കുറച്ച് പൊടിയും തട്ടിയിട്ടിട്ട് പിന്നെ ഇത് നന്നായിട്ടൊന്ന് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. പിന്നെ 2 ടാപ്പ് ചെയ്യണം കുറച്ച്. പിന്നെ ഇത് വെള്ളത്തെ ആ എള്ള് ഇങ്ങനെ മേലിൽ കൂടെ ഇടുവാണ്, ഇതിന് ഗാർണിഷിങ്ങിന് വേണ്ടിയാണ്, കാണാൻ ഒരു ഭംഗിയുണ്ടാവും. പിന്നെ ഓവനിൽ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനാണ്, 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതാണ്. ഇത് ഞാൻ ഇടുവാണ്. എനിക്ക് തോന്നുന്നു ഒരു 30 മിനിറ്റ് കൊണ്ട് എൻ്റെ കേക്ക് റെഡിയായി. അപ്പം ഇതാണ് ഇന്നത്തെ കേക്ക്. വളരെ മീൻസ് ചെറിയ ഒരു ലൈറ്റ് ഒരു മധുരമേ ഉള്ളൂ കേട്ടോ. നല്ല രസമാണ് കഴിക്കാൻ, ഷുഗർക്കാർക്കൊക്കെ നമുക്ക് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് ഇങ്ങനെയൊന്ന് സൈഡെല്ലാം ഇതാക്കിയിട്ട് ഇങ്ങനെ ഡീമോൾട്ട് ചെയ്തെടുക്കുക. ഇതുണ്ടോ, ഇങ്ങനെ എല്ലാം ഇങ്ങനെ അവലം കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചു കേട്ടോ. പിള്ളേരെ കൊണ്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്യിപ്പിക്കണം. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ എപ്പോഴും മൊബൈലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമല്ലേ, അപ്പോഴത്തേക്കും നമ്മൾ ചെറിയ ഇങ്ങനെ പണി കൊടുക്കുക. അപ്പം നല്ലതാണ്. അപ്പോൾ അവർക്ക് പഠിക്കുകയും ചെയ്യാം, ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ ഒരു കേക്കൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവലം കൊണ്ടൊക്കെ ഞാനിങ്ങനെ ഒരു ചെയ്യിപ്പിക്കാറുണ്ട്. നല്ല സോഫ്റ്റാണ്, കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റ്. നമ്മൾ ഇപ്പോൾ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ചോക്ലേറ്റിൻ്റെ ഒക്കെ ചുവ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.